എന്നത്തെ പോലെ നിശബ്ദമായി ഒരു ദിവസവും കടന്നു. നേരം പുലർന്നു. അനിരുദ്ധൻ ജോലിക്ക് പോകുന്ന മുമ്പ് ലത ഒരിക്കൽ കൂടി ഉത്സവം ഓർമ്മിപ്പിച്ചു. അവൻ മൂളുക മാത്രം ചെയ്തു. ഭാമയെ നോക്കി പേടിപ്പിച്ചു പോയി. ഇന്ന് ഉത്സവത്തിന് തൻ്റെ കൂടെ ഏട്ടൻ വരുമോ? അവൾ സംശയിച്ചു. പോകാൻ ആഗ്രഹമുണ്ട്. ഏട്ടൻ വന്നില്ലെങ്കിലും റോയിച്ചനെ കൊണ്ട് പോവാ. ഉത്സവം, പടക്കം പൊട്ടൽ, കുപ്പിവളകൾ, എണ്ണപ്പലഹാരങ്ങൾ, ഇപ്പൊ തന്നെ കൊതിയാവുന്നു മനസ്സിൽ. ഭാമി എന്ന് നീട്ടിവിളിയിലാണ് ഭാമ തിരിഞ്ഞു നോക്കിയത്. ലതയും സാറയും ഉണ്ടോപ്പം. എന്റെ മോളെ, നിന്നെ അടുക്കളയിലാണോ പെറ്റിട്ടത്? സാറ ചോദിച്ചു. ഭാമ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഈ സാരി നിനക്ക് വേണ്ടി ഞാൻ റോയി കൊണ്ട് വാങ്ങിപ്പിച്ചതാ. അവന്റെ സെലക്ഷൻ മോൾക്ക് ഇഷ്ടാവോ അറിയില്ല. നിന്റെ കയ്യിലെല്ലാം ധാവണിയല്ലേ? സാറ പറഞ്ഞു. മടിക്കാതെ വാങ്ങിക്കി. ഇന്ന് അവിടെ കുറെ പേരുണ്ടാവും. മോളെ കാണുമ്പോൾ ഇവിടുത്തെ കുട്ടിയാണ് എന്നൊക്കെ അറിയാനുള്ളതല്ലേ? ലത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാമ വേഗം ആ സാരി വാങ്ങി. നല്ല കരിനീല നിറമുള്ള അതിൽ ചെറിയ ഗോൾഡൻ കസവുള്ള സാരി. അതിന് ചേരുന്ന ഒരു റെഡിമെയ്ഡ് മറൂൺ ബ്ലൗസ് കൂടി ഉണ്ടായിരുന്നു. അവൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടു. തനിക്കിത് ചേരും, റോയ് പിന്നിൽ നിന്ന് മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാമയ്ക്ക് എല്ലാതും ചേരും, സാറ പറഞ്ഞു. ഞാൻ ചേരുമോ? റോയ് കണ്ണുറുക്കിക്കൊണ്ട് അവളുടെ അടുത്ത് നിന്ന് ചോദിച്ചു. ഭാമ പെട്ടെന്ന് ഞെട്ടിയെങ്കിലും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഓ, കുറുമ്പ് ഇപ്പോഴും മാറിയിട്ടില്ല, അവന്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് സാറ പറഞ്ഞു. അവൻ കൊച്ചു കുഞ്ഞിനെ പോലെ ചിരിച്ചു നിന്നു. ഭാമയും പുഞ്ചിരിച്ചു. ഉച്ചൂണിന് അനിരുദ്ധനെത്തി. ഭാമയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഊണ് കഴിക്കുന്നിടയിൽ അവൻ ഭാമയെ തിരിഞ്ഞു. ചെറിയൊരു മിന്നായം പോലെ കണ്ടതാ. ഇപ്പൊ എവിടെ എന്ന അർത്ഥത്തിൽ. അനിയേട്ടാ, ഞങ്ങളും ഉണ്ട് കൂടെ, അല്ലിയും അങ്കിയും പറഞ്ഞു. പിള്ളേർ കൂടി വന്നോട്ടെ അനിക്കുട്ട, രമ പറഞ്ഞു. അനി കഷ്ടപ്പെട്ട് ഒരു ചിരി മുഖത്ത് വരുത്തി സമ്മതിച്ചു. അവൻ വീണ്ടും ഭാമയെ പരതിക്കൊണ്ടിരുന്നു. അല്ല ആൻറ്റി, ഭാമ കൊച്ചയുടെ ഇവിടെ എല്ലാവരുടെയും തീറ്റ പകുതിയായി. റോയ് ഉറക്കെ കഴിക്കുന്നിടയിൽ പറഞ്ഞു. ഇവനെന്താ അവളെ കണ്ടില്ലേ? ചോറ് ഇറങ്ങില്ലേ? അനി പതുക്കെ ലതയുടെ ചെവിയിൽ പറഞ്ഞു. ലത അവനെ നോക്കി പേടിപ്പിച്ചു. അത് അങ്ങനെ ഒരു ജന്മം, എപ്പോഴും അടുക്കളയിലാവും. ലത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് അതാണ് പണ്ടേ ഇഷ്ടം, രമ കൂടി ചേർത്ത് പറഞ്ഞു. ഊണ് കഴിഞ്ഞു. ഭാമ ഇന്ന് കാണാനേ കിട്ടിയില്ല. അവൻ പതുക്കെ പുറത്തേക്ക് മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും ഭാമ ഉള്ളിൽ കയറി. അവൻ അവളെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും ഗൗരി മുഖത്തണിഞ്ഞു. എന്താ ഇത്രയ്ക്ക് പണി? അമ്പലത്തിൽ പോവാനായില്ലേ? വേഗം റെഡിയായിക്കോ, അവൻ അവളെ നോക്കി പറഞ്ഞു. താഴേക്ക് പോയി. അമ്പലത്തിൽ പോവാൻ സമയമായി. എല്ലാവരും വേഷം മാറി. റോയ് ഒരു കരിനീല ഷർട്ട് എടുത്ത് ധരിച്ചു. ഒപ്പം സ്വർണ്ണക്കരയുള്ള മുണ്ടും. അനി കറുത്ത ഷർട്ടും മുണ്ടും എടുത്ത് ഇട്ടു. അല്ലിയും അങ്കിയും ഒരുപോലെയുള്ള മഞ്ഞയും പച്ചയും ധാവണി എടുത്തിട്ടു. ഭാമയെ കാത്തു നിൽക്കുകയായിരുന്നു. ഭാമ സാരി ഉടുത്ത് ഒപ്പം കൈമിഷി എഴുതി ചുണ്ടിൽ ചെറുതായി ഒരു ലിപ്സ്റ്റിക് ഇട്ടു. അവളുടെ നീണ്ട കറുപ്പുന്തൽ ഒന്ന് വിരിച്ചിട്ട് ശരിക്കും ഭാമ ഒരു വല്ലാത്ത അഴകു തന്നെയായിരുന്നു. അവളുടെ അങ്കലാവണ്യം ആ സാരി എടുത്തു കാണിച്ചിരുന്നു. പടിക്കെട്ടി ഇറങ്ങി വരുന്ന ഭാമയെ എല്ലാവരും വാപൊളിച്ചു നോക്കി നിന്നു. അനി ശരിക്കും അവളിൽ ലയിച്ചു പോയിരുന്നു. ലത പതുക്കെ അവനെ തോണ്ടി വിളിച്ചു. നിന്റെ ഭാര്യ തന്നെയാ, ഇങ്ങനെ നോക്കി നിൽക്കണ്ട, ലത പറഞ്ഞു. അത് കേട്ട് നിന്ന് റോയ് ഉറക്കെ ചിരിച്ചു. എന്താ മച്ചാനെ, സ്വന്തം പ്രോപ്പർട്ടി ഇത്രയ്ക്ക് ഉണ്ട് എന്ന് വിചാരിച്ചില്ല തോന്നുന്നു, റോയ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അനി അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇവൾക്ക് ഈ സാരി ആര് വാങ്ങിക്കൊടുത്തു? അല്ലിയ ഉറക്കെ പറഞ്ഞു. വേറെ ആര്, ഈ ഞാൻ, റോയ് ഉറക്കെ പറഞ്ഞു. അനി അവനെ ദേഷ്യത്തോടെ നോക്കി. പക്ഷെ ഒന്നും മിണ്ടാതെ സഹിച്ചു പിടിച്ചു നിന്നു. ഭാമ താഴെ വന്നതും ലത അവളെ പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. സുന്ദരിയായിട്ടുണ്ട്, ലത പറഞ്ഞു. ഭാമ ചിരിച്ചുകൊണ്ട് അനിരുദ്ധനെ നോക്കി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. എങ്കിൽ വാ പോവാം, റോയ് ഉറക്കെ പറഞ്ഞു. അനിയും അവരും ഇറങ്ങി. കാറിൽ കയറുന്ന മുമ്പ് റോയ് ചോദിച്ചു. അല്ല ഭാമി, നീ ഇതുവരെ ബുള്ളറ്റിൽ കയറിയിട്ടില്ല എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത്? റോയ് പറഞ്ഞു. അത് ഞാൻ. ഭാമ വിൽക്കാൻ തുടങ്ങി. ഞാൻ ഇവളെ കൊണ്ടുവരാം, അനി എന്ന ഇവരെ കൂട്ടി കാറിൽ കൊണ്ടുപോവാ. എല്ലാവരും കൂടി ആ വണ്ടിയിൽ കൊള്ളില്ല, റോയ് പറഞ്ഞു. ഭാമയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എങ്കിൽ റോയ്, നീ അവളെ ഒന്ന് കയറ്റി കറങ്ങിക്കോ. എന്റെ മോൻ എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും അവളെ കൊണ്ടുപോയില്ല, ലത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനിരുദ്ധൻ ദേഷ്യം കൊണ്ട് അമ്മയും ഭാമയും നോക്കി പേടിപ്പിക്കാൻ തുടങ്ങി. ഭാമ പേടിച്ച് റോയെ നോക്കി. ഇങ്ങോട്ട് കയറൂ പെണ്ണെ, റോയ് അവളെ കൈപിടിച്ചു വലിച്ച് ബുള്ളറ്റിലെത്തി. അനി ദേഷ്യം കൊണ്ട് കാർ തുറന്ന് കയറി. ഒപ്പം അല്ലിയും അങ്കിയും. എന്നിട്ട് വേഗം വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. റോയെ മുറുക്കി പിടിച്ചു ഭാമയിരുന്നു. അവൻ എന്തോ ചിരി വന്നു, എങ്കിലും അവനെ അത് മറച്ചു പിടിച്ചു. അവൻ വണ്ടിയെടുത്ത് ഉത്സവപ്പറമ്പിലെത്തി. ചുറ്റും പാട്ടും ജനത്തിരക്കും എല്ലാം ഉണ്ടായിരുന്നു. അനിയും അവരും ഇവരെ കാത്തു നിൽക്കുകയായിരുന്നു. ഭാമയും റോയും അവരുടെ അടുത്തേക്ക് വന്നു. വാ പോവാ, റോയ് പറഞ്ഞു. റോയ് അല്ലാതെ മൊബൈൽ ക്യാമറയിൽ പകർത്തി നടക്കുകയായിരുന്നു. അല്ലി അനിരുദ്ധനെ ഒട്ടി നടക്കുന്നു. അങ്കിയിടയ്ക്ക് എന്തൊക്കെയോ റോയിയോട് സംസാരിക്കുന്നു. അനി മുഖം കടുപ്പിച്ചു പിടിച്ചാണ് നടത്തം. ഭാമ അവരുടെ കൂട്ടത്തിൽ ഒറ്റയ്ക്കായിപ്പോയി എന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് വളക്കട കണ്ടപ്പോൾ അവൾ അങ്ങോട്ട് നടന്നു. നല്ല ഭംഗിയുള്ള കരിവളകൾ. അവൾ അതിന്റെ ഭംഗി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആസ്വദിച്ചു നിന്നു.
കടയിൽ നിന്നും ഒരു ജോഡി വളകൾ വാങ്ങിയിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കാണാനില്ല. അവൾക്ക് ഫോൺ പോലും ഇല്ല എന്നത് അവൾ ഓർത്തു. പെട്ടെന്ന് തന്നെ അവൾ അവരെ അന്വേഷിച്ചു നടന്നു. ബാമ എവിടെ? റോയ് വേവലാതിയോടെ ചോദിച്ചു. അപ്പോഴാണ് അനിരുദ്ധൻ പിറകിൽ നോക്കിയത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ആദ്യമായി കാണുന്നതല്ലേ അവൾ. എല്ലാം കണ്ട് പതുക്കെ വന്നോളും. അല്ലി വേഗം അനിയുടെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. അനി അവളുടെ കൈ ശക്തിയായി കുടഞ്ഞു. അവന്റെ ഉള്ളിൽ ദേഷ്യം ആളിക്കത്തി. റോയ്, നീ ഇവരോട് കൂടെ പോ, ഞാൻ പോയി കൊണ്ടുവരാം, അനി അവനെ നോക്കി പറഞ്ഞു. റോയ് തലയാട്ടി. അലങ്കൃത ദേഷ്യത്തോടെ അവനെ നോക്കി. പാമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരോ ഒരാൾ അവളെ പിടിച്ചു വലിച്ചു ഒരു ആൽമരത്തിന്റെ ചൂട്ടിൽ കൊണ്ടുപോയി. മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും മണം അവിടെ ഉണ്ടായിരുന്നു. അവൾ കിടന്നു പിടയല്ലേ മോളെ, നീ ചേട്ടന്റെ കൺട്രോൾ കളയും ഇപ്പോൾ തന്നെ. ഇത്രയും പറഞ്ഞ് അയാൾ പാമ്പയെ മരത്തിലേക്ക് ചേർത്ത് നിർത്തി ചുംബിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അയാളുടെ പുറത്തേക്ക് ഇട്ടുകീട്ടി ഒരു ഒന്നൊന്നര മർദ്ദനം. നിന്റെ കൺട്രോൾ പോകാൻ നിനക്ക് എന്റെ പെണ്ണിനെ കിട്ടിയുള്ളൂ അല്ലേടാ നാറി. ഏതെങ്കിലും പെണ്ണ് ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് അപ്പോഴേക്കും കയറി പിടിക്കണം. അനിരുദ്ധൻ അയാളുടെ നെഞ്ചിനിട്ട് കൊടുത്തു ആഞ്ഞൊരു ചവിട്ട്. അയാൾ വേഗമുള്ള ജീവനും കൊണ്ടോടി. വാമ പേടിച്ച് അവനെ നോക്കി നിന്നു. അവൻ പോയി കഴിഞ്ഞതും അനി അവളുടെ അടുത്തേക്ക് വന്നു. കൊടുത്ത ഒരടി അവളുടെ മുഖത്തിന്. വാമ മുഖത്ത് കൈവച്ചുകൊണ്ട് നിന്നു. മര്യാദയ്ക്ക് കെട്ടിയവൻ പറയുന്നതനുസരിച്ച് പിന്നാലെ നടക്കണം. വേറെ വല്ലതും പറഞ്ഞതനുസരിച്ച് തുള്ളാൻ നിന്നാൽ ഇതുപോലെയാവും. നിന്നോട് ആരടി വേറെ വഴി പോവാൻ പറഞ്ഞത്? അവൻ അലറി. അത് ഈ കരിവള. അവൾ കൈ അവനെ നേരെ നീട്ടി. ഇതിനാണെങ്കിൽ പറഞ്ഞിട്ട് പോണം, കേട്ടോടി. അവൻ ഒന്നുകൂടി അവളെ തല്ലാൻ കൈയോങ്ങി. അപ്പോഴേക്ക് അമ്പലത്തിൽ നടന്ന വെടിക്കെട്ട് കേട്ട് പാമ പേടിച്ച് അവനെ ഇറുക്കി പുണർന്നു. ഒരു നിമിഷം കൊണ്ട് അവന്റെ ഉള്ളിലെ ദേഷ്യം വലിഞ്ഞതുപോലെ അവന് തോന്നി. ആ ഇരുട്ടിലും നേരിയൊരു വെളിച്ചം അവരുടെ നേരെ ഉണ്ടായിരുന്നു. അവൻ പതുക്കെ പാമയുടെ മുഖം ഉയർത്തി. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ അവനെ കൊത്തിവലിച്ചു. അവൻ അവന്റെ കൈകൾ അവളുടെ അരയിൽ കൂടി ചേർത്ത് ബാമയെ മുറുക്കി പിടിച്ചു. ബാമ ഞെട്ടലോടെ അവനെ നോക്കി. ഇത്രയ്ക്ക് അടുത്താണോ നീ റോയുടെ കൂടെ ഇരുന്നത്? അവൻ പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചു. അവൾ പതുക്കെ അവനിൽ നിന്ന് അടരാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ അവളെ ഒന്നുകൂടി വലിച്ചു. നിന്റെ നെഞ്ച് അവനോട് മുട്ടിയിരുന്നു, പറയടി, അനിരുദ്ധൻ ദേഷ്യത്തോടെ ചോദിച്ചു. ബാമ പേടിച്ചു വിറച്ച് അവനെ നോക്കി. ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. ഇനി എങ്ങാനും കണ്ട ആണുങ്ങളുടെ അടുത്ത് പോയി മുട്ടിയിരിക്കുവോ നടക്കുകയോ ചെയ്യുന്ന ഞാൻ കണ്ട ബാക്കി അപ്പോ പിന്നെ തമ്പുരാട്ടി തിരിച്ചു എങ്ങനെ പോവാനാ പ്ലാൻ? അനി അവളോട് കണ്ണിരുട്ടി ചോദിച്ചു. അത് ഞാൻ ബുള്ളറ്റ്. അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ അവളുടെ ഇടുപ്പിൽ നുള്ളി. ഇല്ല, ഞാൻ ഏട്ടൻ്റെ കൂടെയാ, ബാമ വേഗം പറഞ്ഞു. നല്ല മോൾ, അവൻ അവളുടെ മുടിയിഴകൾ പിന്നിലാക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ചുണ്ടുകൾ അവന്റെ ഉള്ളിൽ പുതിയൊരു വികാരം സൃഷ്ടിക്കുന്ന പോലെ അവന് തോന്നി. അതിലേക്ക് ചുണ്ടമർത്താൻ അവൻ ആഗ്രഹിച്ചു. അവൻ മുഖം അവളിലേക്ക് പതുക്കെ ചേർത്തു. ബാമ പിന്നിലേക്ക് പോയതും അവൻ അവളെ ശക്തിയോടെ അവന്റെ നെഞ്ചിൽ മുട്ടിച്ചു നിർത്തി. അവളുടെ ചുണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ അവൻ ചുണ്ട് ചേർത്ത്. ജീവിതത്തിൽ ആദ്യത്തെ ചുംബനമായിരുന്നു ഇരുവർക്കും. ഒരു പ്രത്യേക അനുഭൂതി പകരുന്ന പോലെ എനിക്ക് തോന്നി. അവൻ വേഗം അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു. വാമയുടെ കണ്ണുകൾ ഇപ്പോൾ തള്ളി പുറത്തു വരെ എന്ന അവസ്ഥയായി. അവൾ അവനെ മുന്താനും തള്ളാനും ശ്രമിച്ചു. അവൻ പക്ഷെ അവളുടെ പിടുത്തം അവനെ കൂടുതൽ പ്രേരിപ്പിച്ചു. അവൾ വിവശയായി എന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ പതുക്കെ അവൻ കിതച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു. ബാമയിൽ നിന്ന് കിതപ്പോടെ അവൻ മാറി നിന്നു. കണ്ണുകൾ കലങ്ങി നിറഞ്ഞു. കൂടുതൽ അവശയായി അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. പോകാൻ നമുക്ക്, അവൻ പതുക്കെ പറഞ്ഞു. അവൾ തലയാട്ടി നിന്നു. അവളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ നടന്നു. റോയും അല്ലയും മങ്കിയും ഇവർ നടന്നു വരുന്ന കാഴ്ച കണ്ട് ഞെട്ടി. ആദ്യമായി അനിരുദ്ധന്റെ കയ്യിൽ ബാമ. ബാമ ഇപ്പോഴും തനിക്ക് സംഭവിച്ചതിന്റെ അർത്ഥം എന്തെന്ന ഭാവത്തിലായിരുന്നു. ബാമ ഓക്കെ അല്ലേ? വെപ്രാളത്തിൽ റോയ് ചോദിച്ചു. ഓക്കെയാണ്, സമയം കുറച്ചായി, വീട്ടിൽ പോവാ, അനി പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ബാമ തലതാഴ്ത്തി ഒന്നും മിണ്ടാതെ നടന്നു. ബുള്ളറ്റ് അടുത്തെത്തിയ ബാമ വേഗം അനിരുദ്ധനെ നോക്കി. അവൻ അവളെ രണ്ടു കൈയും മാറിൽ പിണഞ്ഞുകൊണ്ട് നോക്കി നിന്നു. റോയിച്ച, ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നോളാം, ബാമ പറഞ്ഞു. അതെന്താ പെട്ടെന്ന്? നിന്റെ ഇഷ്ടം പോലെ. റോയ് ഒരു വാക്കും പറയാതെ വണ്ടിയെടുത്ത് നീങ്ങി. ബാമ പതുക്കെ മുന്നിൽ കയറിയിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങി. പതുക്കെ വണ്ടിയിലിരുന്നു. അവൾ ചുണ്ടിൽ തലോടി നീറി തുടങ്ങി. അവൻ അവളെ ശ്രദ്ധിച്ചു. കണ്ണുകൊണ്ട് എന്തേ എന്ന് ചോദിച്ചു. അവൾ വേഗം തലതാഴ്ത്തിയിരുന്നു. അവന് ചിരി വന്നെങ്കിലും അടക്കി പിടിച്ചിരുന്നു. വണ്ടി ശ്രീകോവിലകം മുന്നിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും. ലത വേഗം അവരുടെ അടുത്തെത്തി. എങ്ങനെയുണ്ട് കുട്ടി? ചോദിച്ചു. രസമായിരുന്നു, ബാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പോയി ഫ്രഷായി വാ, അത്താഴം കഴിക്കാൻ നേരമായി, ലത പറഞ്ഞു. ബാമ വേഗം മുറിയിൽ കയറി. താൻ കണ്ടത് സ്വപ്നമാണോ? തന്നെ ശരിക്കും ഏട്ടൻ ചുംബിച്ചിരുന്നു. അവൾ ആലോചിച്ചു നിന്നു. അപ്പോഴേക്കും പിന്നിലൂടെ അവളെ അനി പിടിച്ചു. എന്താ നീ ആലോചിക്കുന്നത്? ഇന്നത്തെ കിസ്സാണോ? അതിന് മോൾക്ക് പരാതിയുണ്ടോ? അവൻ അവളെ നോക്കി ചോദിച്ചു. അതല്ല,
പക്ഷേ ഭാമ പറഞ്ഞു നിർത്തി. ഒന്നും പറയണ്ട, ഈ താലി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് എന്തും ചെയ്യാം, എന്തും. നിന്നെ വേദനിപ്പിക്കും, സ്നേഹിക്കും എല്ലാം. പക്ഷെ അത് എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. അവൻ അവളുടെ കഴുത്തിൽ ഒരു മുത്തമിട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി. അനിയേട്ടൻ്റെ ഉള്ളിൽ എന്താണ്? പ്രേമമുണ്ടോ അതോ വാശിയാണോ? എന്നോട് പകയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല ഈശ്വര, അവൾ സ്വയം പറഞ്ഞു. രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് മുറിയിൽ ഭാമ എത്തി.